നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾ അകത്തേക്ക് വാ. അച്ഛന് പകരം ഞാൻ പറയുന്നത്, നിങ്ങൾ ധൈര്യമായിട്ട് കയറിക്കും. ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാരൻ സന്ദീപ. ഏതൊക്കെ രീതിയിൽ ന്യായീകരിച്ച് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും തെറ്റിനും ചതിക്കും ഒരർത്ഥമേ ഉള്ളൂ. സന്ദീപിന്റെ ഭാര്യയാണ് ആതിര. ആതിരയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് സന്ദീപിന്റേതാണെന്ന് അവൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും ആതിരെ ഈ വീട്ടിൽ കയറ്റണമെന്ന നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടും ഞാനൊരു കാര്യം പറയാം. സന്ദീപ് ഒഴികെ ബാക്കി എല്ലാവർക്കും ഇപ്പോ ഈ വീട്ടിലേക്ക് കയറാം. ചെയ്ത തെറ്റിനും എന്നെ ഉൾപ്പെടെ ചതിച്ചതിനും സന്ദീപ് ഈ വീട്ടിലേക്ക് കയറണ്ട. പറഞ്ഞത് ഞാനാണെങ്കിലും ഈ തീരുമാനമെടുത്തത് അവന്തിക. ഈ സാഹചര്യത്തിൽ അവന്തികയെ കുറ്റപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. സ്വന്തം മകനെ വീട്ടിൽ കയറ്റരുതെന്നൊരു അച്ഛനോട് മരുമകൾ വന്ന് പറയുമ്പോൾ അതനുസരിക്കണമെങ്കിൽ മകൻ കാരണം ആ അച്ഛന് എന്തുമാത്രം വേദന ഉണ്ടായെന്ന് ഓർത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അച്ഛന്റെ അവന്തികടത്തിലും ദേഷ്യമൊന്നും മാറിയിട്ടില്ല. അതാ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. ഇപ്പോ രണ്ടിലൊന്നും തീരുമാനിക്കേണ്ടത് നീയാ. ഒന്നുകിൽ നിനക്ക് ആദ്യം വിളിച്ചോണ്ട് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങാം. അങ്ങനെയാണെങ്കിൽ കൂടെ ഞങ്ങളും ഇറങ്ങും. അതല്ലെങ്കിൽ ഇത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടതും ടെൻഷൻ അടിച്ചതും ആതിരെ നിന്റെ ഭാര്യയായിട്ട് ഇവിടേക്ക് കൊണ്ടുവരാനാ. ആതിരെ ഇവിടെ നിർത്തിയിട്ട് നീ 2 ദിവസം മാറി നിൽക്കണം. അച്ഛന്റെ ഏട്ടത്തിനും ദേഷ്യമൊക്കെ മാറിക്കഴിയുമ്പോ അവര് തന്നെ നിന്നെ തിരിച്ചു വിളിച്ചോളും. സച്ചേട്ടൻ പറഞ്ഞത് ശരിയാ സന്ദീപേട്ടാ. ആതിരയെ ഇവിടെ താമസിപ്പിക്കുന്നേ നല്ലത്. അവരുടെ ദേഷ്യമൊക്കെ അധികകാലം നീണ്ടു നിൽക്കുന്നതല്ലോ. നീ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ചെന്ന് 2 ദിവസം നിൽക്ക. അപ്പൊ എല്ലാം ശരിയായിക്കോളും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.